മാന്നാറിലെ കലയുടെ തിരോധാനത്തിൽ 15 വർഷം ഒളിപ്പിച്ച രഹസ്യം ഓരോന്നോരോന്നായി പുറത്തുവരികയാണ്. കലയുടെ ഭർത്താവ് അനിൽ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ഇനി വേണ്ടത് ശാസ്ത്രീയ തെളിവുകളാണ്. അനിലിനെ നാട്ടിലെത്തിച്ച് മൊഴിയെടുത്താൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ചെന്നിത്തല പായിക്കാട്ട് സ്വദേശിയാണ് കല. അച്ഛൻ ചെല്ലപ്പനും അമ്മ ചന്ദ്രികയും കലയുടെ ചെറുപ്പത്തിലേ മരിച്ചു. കാണാതാകുമ്പോൾ കലയ്ക്ക് പ്രായം 20 വയസ്സ്. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അനിൽകുമാറുമായി പ്രണയത്തിലാവുകയും വീട്ടിൽ നിന്നിറങ്ങി ഒരുമിച്ച് ജീവിതം ആരംഭിക്കുകയും ചെയ്തു. 2 സമുദായത്തിൽപ്പെട്ടവരായതിനാൽ അനിലിന്റെ ബന്ധുക്കൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം കലയെ ബന്ധുവീട്ടിൽ നിർത്തിയാണ് അനിൽ വിദേശത്തേക്ക് പോകുന്നത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കലയ്ക്ക് മറ്റാരോടോ ബന്ധമുണ്ടെന്ന് ചിലർ അനിലിനെ അറിയിച്ചു. ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കങ്ങളുണ്ടായി. തുടർച്ചയായ വഴക്കുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ സ്വന്തം വീട്ടിലേക്ക് തിരികെ വരാൻ കല തീരുമാനിച്ചു. പക്ഷേ അധിക ദിവസം കഴിയുന്നതിന് മുൻപേ കലയെ കാണാതായി. നാടാകെ കല ഒളിച്ചോടി എന്ന വിവരം പരന്നു. ഇവൾ തന്നെ മോനെ പോയത്. അന്നേരം അവൻ ഈ സ്ഥലത്തില്ലല്ലോ. ആ കുഞ്ഞിൻ്റെ സ്വർണങ്ങളും 40,000 രൂപയും കൊണ്ടാണ് അവൾ പോയത്. ഇറങ്ങിപ്പോയത്. കലയെ കാണാനായപ്പോഴത്തേക്ക് ഞങ്ങൾ അറിയുന്നില്ല. ഇവർക്ക് വേറൊരു പയ്യനുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ഞങ്ങളെല്ലാവരും കണ്ടുപിടിച്ച് അങ്ങനെ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഇതുമില്ല. പിന്നെ പോയല്ലോ, നമുക്കതിനെപ്പറ്റി അറിയത്തില്ല. പിന്നിപ്പം ഇവിടെ പോലീസുകാർ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. വഴക്ക് തുടങ്ങിയപ്പോഴേ മകന്റെ ഉത്തരവാദിത്തത്തിൽ അനിൽ മുറുകെ പിടിച്ചു. മകനെ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. വിദേശത്തുണ്ടായിരുന്ന കാലത്തും തുടർന്നും അനിലും കലയും തമ്മിൽ നിരന്തരം അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു. നാട്ടിലെത്തിയ ഉടനെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അനിൽ ഭാര്യയോട് നേരിട്ട് സംസാരിച്ചു. ഭർത്താവ് അനിൽ ഒരു യാത്രയ്ക്ക് ക്ഷണിച്ചു. അത് അന്ത്യയാത്രയാകുമെന്ന് കല കരുതിയില്ല. ആ യാത്രയ്ക്ക് ശേഷമാണ് പാലക്കാട്ടുകാരനായ സൂരജ് എന്നയാൾക്കൊപ്പം പോയി എന്ന് ഭർത്താവ് അനിലും സുഹൃത്തുക്കളും വരുത്തി തീർത്തത്. അച്ഛനോ അമ്മയോ ഇല്ലാത്ത കലയെക്കുറിച്ച് സഹോദരങ്ങൾ കാര്യമായി അന്വേഷിച്ചുമില്ല. പ്രിയപ്പെട്ട ഒരാളുടെ കൂടെ പോയ സഹോദരിയെക്കുറിച്ച് ആ സഹോദരന്മാരാരും ആവലാതിപ്പെട്ടില്ല. ഇറങ്ങിപ്പോയ ഭാര്യയെക്കുറിച്ച് അനിലിനും ആശങ്കയുണ്ടായില്ല. വീട്ടുകാരും പതിയെ ആ കാര്യം വിട്ടു. കല വിളിക്കുന്നു. അപ്പം ഞാനടുത്തത് മോനിവിടെ അഭ്യസിച്ചുകൊണ്ടിരുന്ന പാലക്കാടാണ്. അപ്പം ഞാൻ കാര്യങ്ങൾ ചോദിച്ചു, നീ എങ്കിലും കാര്യം പറയുന്നുണ്ട്, എന്താണ് ഇങ്ങനൊരു ഇവർ പറഞ്ഞ് ശരിയാണ് ചേച്ചി. സൂരജ് എന്നാണ് ആളുടെ പേര്. ഞാൻ സൂരജ് എന്ന് പറയുന്ന ആളോട് സന്തോഷത്തോട് ജീവിക്കുന്നു, തിരക്കിയൊന്നും ആരും വരണ്ടെന്ന് പറഞ്ഞു. ഇതിനിടെ അനിൽ വീണ്ടും വിവാഹിതനായി. നാട്ടിൽ കെട്ടിട നിർമ്മാണ കരാറുകാരനായിരുന്ന അനിൽ 2 മാസം മുൻപാണ് ഇസ്രായേലിലേക്ക് ജോലിക്കായി പോയത്. 3 മാസം മുൻപ് കലയെ കൊലപ്പെടുത്തിയതാണെന്നറിയിച്ച് പോലീസിന് ലഭിച്ച ഊമക്കത്താണ് അന്വേഷണത്തിൽ നിർണായകമായത്. അമ്പലപ്പുഴയ്ക്കടുത്ത് കാക്കാലം എന്ന സ്ഥലത്ത് 3 മാസം മുൻപുണ്ടായ ബോംബേറ് കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു മുൻപാണ് പോലീസിന് ഊമക്കത്ത് ലഭിക്കുന്നത്. ഈ കേസിലെ പ്രതികൾക്ക് മാന്നാനത്ത് 15 വർഷം മുൻപ് കാണാതായ കലയുടെ കൊലപാതകവുമായി ബന്ധമുണ്ടെന്നും ഈ കാര്യം കൂടി അന്വേഷിക്കണമെന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് കലയുടെ തിരോധാനം സംബന്ധിച്ച ചുരുളഴിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.